കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിലെ അധ്യാപക ക്ഷാമത്തിന് ഉടൻ പരിഹാരമില്ലായെങ്കിൽ കോളേജിന്റെ വെള്ളായിനിക്കര ആസ്ഥാനത്ത് അനിശ്ചിതകാല സമരം തുടങ്ങുമെന്ന് രക്ഷിതാക്കൾ. പടന്നക്കാട് കാർഷിക കോളേജിൽ രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. അസോസിയേറ്റ് പ്രൊഫസർമാരുടേതടക്കം 34 ഒഴിവുകളാണ് കോളേജിലുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ വടക്കേ മലബാറിനോട് പുലർത്തുന്ന അവഗണനയുടെ ഭാഗമാണ് പടന്നക്കാട് കാർഷിക കോളേജിൽ മാസങ്ങളായുള്ള അധ്യാപക ക്ഷാമമെന്ന് കോളേജിൽ ഉപവാസത്തിനെത്തിയ രക്ഷിതാക്കൾ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടു. അസോസിയേറ്റ് പ്രൊഫസർമാരുടെ 18 തസ്തികകളിൽ ആരും തന്നെയില്ല. എൻഡോമോളജി, പ്ലാന്റ് പാത്തോളജി, എനിമൽ സയൻസ്, ബയോടെക്നോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങി പഠന വിഭാഗങ്ങളിലെല്ലാം അധ്യാപക ഒഴിവുകൾ നിലനിൽക്കുന്നു. അധ്യാപക ക്ഷാമം UG PG പഠനങ്ങളെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. പടന്നക്കാട് കാർഷിക കോളേജിലേക്ക് നിയമിതരാകുന്ന അധ്യാപകർ യൂണിയൻ ഇടപെടലുകളുടെ പിൻബലത്തിലൂടെ സ്വകാര്യമായ കാരണങ്ങളടക്കം ചൂണ്ടിക്കാട്ടി സ്ഥലം മാറിപ്പോകുന്നതാണ് അധ്യാപകരില്ലാത്തതിന് പ്രധാന കാരണമെന്ന ആക്ഷേപം ശക്തമാണ്. ഉടൻ നടപടികളില്ലെങ്കിൽ കാർഷിക കോളേജ് വെള്ളായിനിക്കര ആസ്ഥാനത്ത് അനിശ്ചിതകാല സമരം തുടങ്ങുമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. ഇത് നഴ്സറി കോളേജല്ല, ഒരു പാരലൽ കോളേജല്ല, ഇതൊരു പ്രൊഫഷണൽ കോളേജാണ്. അസോസിയേറ്റ് പ്രൊഫസർ 18 തസ്തിക ഇവിടെ ഉണ്ട്. ആ 18 തസ്തികയിൽ ആരും തന്നെ ഇവിടെ ഇല്ല. 12 പ്രൊഫസർ തസ്തികയുണ്ട്, 6 പേര് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ സ്ഥാപനം എങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ സമരം ഇന്നൊരു സൂചനാ സമരം മാത്രമാണ്. ഈ സമരം ഞങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തീരുമാനമാവുന്നില്ലെങ്കിൽ കാർഷിക കോളേജ് വെള്ളായനിക്കര ആസ്ഥാനത്ത് നമ്മൾ അനിശ്ചിത സമരത്തിലേക്കാണ് ഈ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പോകാൻ പോകുന്നത്. UG PG കോഴ്സുകളിലായി 500ഓളം കുട്ടികൾ പഠിക്കുന്ന കാർഷിക കോളേജിൽ 34 അധ്യാപക തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്.